വിശ്വനാഥമേനോനാവുമ്പോൾ ഇതിനെ പേടിക്കാനില്ല. ഇത്തരം വ്യവഹാരങ്ങൾക്കൊക്കെ അദ്ദേഹം മിടുക്കനാ. ഞാൻ ആലോചിക്കാൻ അതല്ല തങ്കമണിയുടെ അച്ഛാ, ഈ സർക്കാർ എന്ന് പറയുന്നതിന്റെ ഒരു കണ്ണുകടി. കൊട്ടാരത്തിൽ മുതലാളിയുടെ ഗോഡൌണിൽ ചിലപ്പോൾ സിമന്റ് ഇരിക്കും, ചിലപ്പോൾ തങ്കം ഇരിക്കും. അതിനിവരെന്താ ചേട്ടൻ? അല്ല, കളിച്ചിരിക്കുന്ന ആരോടാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. എന്നോട് വരാൻ പറഞ്ഞു. പറഞ്ഞു. രാജ്യസ്നേഹി ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ? ലോകരക്ഷയ്ക്ക് ശിവൻ കൈലാസത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തെ രക്ഷിക്കാനാണെങ്കിൽ കൈലാസത്തിൽ തന്നെ ഇരിക്കണമെന്നില്ല, വെള്ളത്തിൽ കിടന്നാലും മതി. എന്ന് വെച്ചാൽ? മറ്റൊന്നുമല്ല, ശിവൻ കൈലാസത്തിലും വിഷ്ണു കടലിലുമാണെന്ന് പറയുകയായിരുന്നു. ഓ, ശിവൻ സാറിന് പുരാണം നന്നായി അറിയാം. പുരാണം മാത്രമല്ല, ചരിത്രവും അറിയാം. കേൾക്കണോ? ശിവനെ ഞാൻ വിളിപ്പിച്ചതെന്തിനാണെന്നറിയാമോ? ക്ഷമിക്കണം, ജ്യോതിഷം പഠിക്കാത്തത് കൊണ്ട് മുഖലക്ഷണം നോക്കി വിവരം മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാ. എന്റെ ഗോഡൌണിൽ സിമന്റ് പൂഴ്ത്തിവെച്ചിരിക്കുന്ന വിജിലൻസിനെ അറിയിച്ച ശിവനല്ലേ? അതെന്റെ ചുമതലയിൽപ്പെട്ട ജോലിയല്ലല്ലോ. പക്ഷെ നാട് നന്നാക്കാൻ വേണ്ടി നീ അത് ചെയ്തു. ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? ഇത്രയും കാലം മുതലാളി നാട് നന്നാക്കിയില്ലേ, ഇനിയിപ്പോൾ എന്നിലൂടെ കുറച്ച് നന്നാവുകയാണെങ്കിൽ അങ്ങ് നന്നായിക്കോട്ടെ. അല്ലേ വെളിച്ചപ്പാടെ? നീ ചൂടാകരുത്, ഇരിക്കൂ, സമാധാനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്താ വേണ്ടത്? നീ നാട്ടിൽ നിന്ന് പോകണം. ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഈ ഭരണം മുതലാളിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. അനുസരിക്കുക എന്ന സ്വഭാവം എനിക്ക് അശേഷമില്ല. മാത്രമല്ല, പറയുന്നതിനെതിരെ ചെയ്യൂ. എനിക്ക് ഈ നാട്ടിൽ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. നിങ്ങളാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നു. വീണ്ടും അനുസരിക്കുക എന്ന് വന്നാൽ, അല്ല, അത് എന്റെ ആദർശത്തിന് കുറച്ചിലല്ലേ? നീ ഒന്നും പറയണ്ട. ഇനി ഇവിടെ ജോലി ചെയ്യേമരുത്. ഈ നാട്ടിൽ നിന്ന് പോയി തന്നാൽ മതി. എന്നോട് ഇവിടെ തന്നെ നിൽക്കണം, ഈ നാട് വിട്ട് പോകരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഒരുപക്ഷെ പോകുമായിരുന്നു. നിങ്ങൾ പോകണമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പോകുന്നില്ല. ഭവിഷ്യത്തുകൾ വലുതായിരിക്കും. ആവണം, എങ്കിലേ നേരിടുന്നതിലൊരു രസമുള്ളൂ. ഏതായാലും ഇനിയും ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. എനിക്കിനി നിന്നെ കാണണ്ട. പക്ഷെ എനിക്ക് കാണണമല്ലോ. വരട്ടെ, ബൈ. അല്ല, വീട്ടിൽ വന്നിട്ട് കാപ്പികളോ വെള്ളങ്ങളോ വേണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, കുടിക്കാനുള്ളൊരു മൂഡില്ല ഇപ്പൊ. വരട്ടെ. അവന്റെ ധിക്കാരം കണ്ടില്ലേ? നിനക്ക് എനിക്കൊരു ചെറിയ ബുദ്ധി വന്നു. മുതലാളി നോക്കിക്കോ, 1 മണിക്കൂറിനകം അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും. സാറേ സാറേ സാറേ, അവിടെ നിന്നൊരു കാര്യം പറയട്ടെ. മുതലാളി അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഉള്ളുകൊണ്ട് എങ്ങനെ ശുദ്ധനാ. ഇതേ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ തങ്കപ്പ, നീ ഒരു പരസഹായം ചെയ്യ്, ശിവനോട് പോകരുതെന്ന് പറയാൻ. നേരോ? അല്ല, നോണ. മാത്രമല്ല, സാറ് നാട് വിട്ടു പോയെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നിങ്ങൾ താമസിപ്പിക്കാനും പറഞ്ഞു. അതുകൊണ്ട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ സാറ് പോകരുത്. ഏതായാലും തങ്കപ്പൻ ഇത്ര കാര്യമായി പറഞ്ഞ നിലയ്ക്ക് ഞാൻ പോകുന്നില്ല. അയ്യോ, ഞാനിപ്പോ ആയി കുഴഞ്ഞല്ല. അയ്യോ, ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്ത് പറയും വെറുതെ. ഹലോ, അതെ, പരമേശ്വരൻ പിള്ളയാണ്. എന്ത്? സിമന്റ് ഏജൻസി ക്യാൻസൽ ചെയ്തെന്നു? എന്താണോ മോത്ത് കണ്ണില്ലേ? ക്ഷമിക്കണം സാറേ, തീപ്പെട്ടി ഉണ്ടോ ഒന്ന് എടുക്കാൻ?
ഇറങ്ങിപ്പോകരുത്. വലിച്ചു മാറ്റിയിട്ടിട്ട് പോലെ. ജോലിന്ന് പിരിച്ചുവിട്ടു എന്നറിഞ്ഞിട്ട് കുറേ നേരമായി. എന്നിട്ടും അവനെ കാണാനില്ലല്ലോ. ആരെങ്കിലും കാണാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ വരേണ്ടതാ. എന്തോ എനിക്ക് പേടിയാവുന്നു. അവന് ശത്രുക്കൾ ഒരുപാടുള്ളതാ. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ വരുന്നത് വരെ പേടിയാ. അയ്യോ, എന്ത് പറ്റി? അയ്യോ മോനെ, എന്താ ഇത് മോനെ? എടി, നീ പോയി ആ കുഴമ്പെടുത്തോണ്ട് ഓടി വാ. ജമാനെ, എന്താ ഉണ്ടായത്? ഈ നിലയിൽ വഴിയിൽ കിടക്കുമായിരുന്നു. വാസു എന്നെ വിളിച്ചോണ്ട് കാണിച്ചത്. നന്ദിനിക്കുട്ടി, എന്താ ഇത്ര തിരക്ക് പിടിച്ചു പോകുന്നത്? വേഗം ചെല്ലണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ശിവൻചേട്ടന്റെ കാര്യം അറിഞ്ഞില്ലേ ശ്രീദേവി? എന്താ? ഇന്നലെ രാത്രി ആരൊക്കെയോ ചേർന്ന് ശിവൻചേട്ടൻ അടിച്ചു. കൊല്ലാൻ വേണ്ടി ചെയ്തതാ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് മാത്രം. ആരാണെന്ന് എനിക്കറിയില്ല. അറിയാം, ശിവൻ മനഃപൂർവ്വം പറയാത്തതാ. ഇല്ല ജമാൽ, ബഹളത്തിനിടയിൽ ഞാൻ ആരെയും കണ്ടില്ല. എങ്ങനെ കാണാനാ? രാത്രി ഒളിച്ചിരുന്നല്ലേ ഈ ചതി ചെയ്തത് ദുഷ്ടന്മാര്. ഇത് ചെയ്തത് ആരാണെന്നും എന്തിനാണെന്നും എനിക്കറിയാം. നീ സംശയിക്കുന്ന ആരുമായിരിക്കില്ല. വരട്ടെ, കാത്തിരിക്കാം. മോളെ, ആ വെള്ളം ചൂടായി നോക്ക്, ആവി പിടിക്കാൻ. അച്ഛനാണ് അയാളെ തല്ലിച്ചതല്ലേ? എന്താ, നിനക്കതിൽ എതിർപ്പുണ്ടോ? ഒരിക്കലും നമ്മളെ സഹായിച്ചിട്ടുള്ളതാ. പക്ഷെ അതിനുശേഷം ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അച്ഛന് പണമുണ്ട്, പറയുന്നതനുസരിക്കാൻ ആളുണ്ട്. എന്നിട്ടും ഇതൊന്നുമില്ലാത്ത പാവം മനുഷ്യനെ എന്തിനാ പേടിക്കുന്നത്? പേടിയോ? അവനേക്കാൾ എത്രയോ വലിയ ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നു. വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളവരാരും ഞാനുള്ളപ്പോൾ ജയിച്ചിട്ടില്ല. ശിവൻ അതിന് ശ്രമിച്ചു. എത്രയായാലും അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും എനിക്കറിയാം. എന്നെ പഠിപ്പിക്കാൻ നോക്കരുത്. അമ്മയെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. അല്ലെങ്കിലും എനിക്ക് ഈ ദുഃഖത്തിൽ നിന്നും മോചനമില്ല മോനെ. എല്ലാം ഇന്നലെ നടന്നതുപോലെ. അദ്ദേഹം ഇവിടെ ശാന്തിക്കാരനായി വന്നതിന് ശേഷമാണ് ഞാൻ സുധാകരനെ നന്ദിനിക്കുട്ടിയും പ്രസവിച്ചത്. 8 കൊല്ലം ശാന്തി ചെയ്തു. ഒരു ദിവസം ഭഗവതിയുടെ വിളി കേട്ടുണർന്നു പോയ അദ്ദേഹവും മോനും പിന്നെ തിരിച്ചു വന്നില്ല. നേരം വെളുത്തപ്പോ നമ്മളെ തനിച്ചാക്കിട്ടച്ഛൻ പോയല്ലോ മോളെ. ഉണ്ണി എന്നെ പരീക്ഷിക്കുകയാണോ? എനിക്കിവിടെ ഇരിക്കണം, എന്നിവിടെ ഇരുത്തണം, എന്നിവിടെ കുടിയിരുത്തണം. ഇല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോകും. ഓ ഭഗവാനെ, ഞങ്ങൾ ഇരുത്താം. അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെയാണ്? നാം നമ്മുടെ നീരാട്ടുകുളത്തിൽ. ദേവി മഹാമായേ, ഭഗവാനെ, ഭഗവാനെ. അങ്ങനെ അമ്പലം ശുദ്ധം ചെയ്ത് വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിച്ചു. എന്റെ മോനെ പറ്റി മാത്രം പിന്നീട് ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും പറയുന്നു അവനും പോയെന്ന്. പക്ഷേ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു തോന്നല, എന്റെ മോൻ എന്നെ കാണാൻ വരുമെന്ന്.
അവൻ വരും. എന്റെ മോൻ എന്നെങ്കിലും എന്നെ കാണാൻ വരും. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോൻ അമ്പലത്തിലെ സ്വർണ്ണ വിഗ്രഹം കൊണ്ട് നാട് വിട്ടെന്ന് പറയുന്നവരാ ഈ നാട്ടുകാർ. പക്ഷെ എനിക്കറിയാം അവനത് ചെയ്യില്ലെന്ന്. ഇല്ലമ്മേ, അമ്മയുടെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായ? മുതലാളിക്ക് ഇടങ്ങേറുണ്ടാക്കിയാലേ കുഴപ്പം തൊഴിലാളിക്കാണ്. ആരടങ്ങേറുണ്ടാക്കിയെന്ന വാപ്പ പറയുന്നത്? പൂഴ്ത്തി വെച്ച സിമന്റ് പിടിച്ചില്ലേ, കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു, മുതലാളിയുടെ ഏജൻസിയും പോയി. അതിനിപ്പോ നഷ്ടം വന്നത് ആർക്കാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കൊട്ടാരത്തിൽ അരി വേകണില്ലേ? കൊച്ചു മുതലാളിയെ ഉടനെ പുറത്തു കൊണ്ടുവന്നില്ലേ? തൊഴിലാളിക്കും നേതാവിനും പണിയില്ലാണ്ടായി. അതൊക്കെ സാധാരണയാ. ഏതായാലും ഒരു മുഖം മൂടി മാറി കിട്ടിയല്ലോ. നമുക്ക് ആരാണ്ടാവും മൂടി? അന്റെ വാക്ക് കേട്ടിട്ടാ ആ സാറി കുഴപ്പത്തിനെല്ലാം പോയത്. ആ വരി നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി? ആ, എന്ത്? നിങ്ങൾ ഇവിടെ വന്ന അന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞതാ ഇവനായിട്ട് ചങ്ങാത്തം വേണ്ടത്. ഈ ഇബിലീസിന്റെ വാക്ക് കേട്ടിട്ട് ഇപ്പൊ എന്തായി? നിങ്ങൾക്ക് പണിയുണ്ടാ? 8 തൊഴിലാളികൾക്ക് പണിയുണ്ടാ? അവർക്ക് ചെലവിനാര് കൊടുക്കും? നിങ്ങൾ കൊടുക്കുക. എല്ലാത്തിനും വഴി ഉണ്ടാകും മമ്മുക്ക. വഴി ഉണ്ടാക്കി നമ്മളൊന്ന് കാണട്ടെ. ജമാൽ വരൂ. ആ ചെല്ലേ ഇനിയും വല്ല കുഴപ്പം ഉണ്ടാക്കാമെന്ന് ആലോചിക്കും. തൊഴിലാളികൾ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കമ്പനിയുടെ കാര്യം നമുക്ക് ഇത്ര പെട്ടെന്ന് പോലീസിൽ അറിയിക്കേണ്ടായിരുന്നു. എല്ലാം നല്ലതിനു വേണ്ടിയാണല്ലോ. പൊറുക്കാനാവാത്ത തെറ്റിന് നമ്മളും കൂട്ടുനിന്നു എന്ന് വരരുത്. പക്ഷേ പിരിച്ചുവിട്ട തൊഴിലാളികളെ കുറിച്ച് ഓർക്കുമ്പോഴാ ജമാൽ, ജീവിതത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് തൊഴിലാളികൾ മാത്രമാണ്. വിയർപ്പൊഴുക്കിയാലേ പ്രതിഫലം കിട്ടും, ശബ്ദമുയർത്തിയാലേ നേട്ടങ്ങളുണ്ടാകും. അവരെ നമ്മൾ തിരിച്ചെടുപ്പിക്കണം. എങ്ങനെ? അവരെ സംഘടിപ്പിക്കണം, വേണ്ടി വന്നാൽ സമരം ചെയ്യണം. പക്ഷേ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മൾ അവരെ മനസ്സിലാക്കണം. ഹൃദയം നിറഞ്ഞ സ്നേഹവും വഞ്ചിക്കാത്ത നേതൃത്വവും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കും. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി അമ്മയൊക്കെ എവിടെ പോയി? തൊടിയിൽ എവിടെയെങ്കിലും കാണും. അന്ന് രാത്രിയിൽ ഉപദ്രവിച്ചവരാരാണെന്നറിയില്ലേ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നതോ? ആരെയും അറിയിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. എനിക്കതിൽ വിഷമമുണ്ട്. പോട്ടെ. തങ്കമണി, നിന്നൊന്ന് സൗകര്യമായിട്ട് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. വീട്ടിൽ വരാഞ്ഞിട്ടല്ലേ? അവിടെ എപ്പോ വന്നാലും നിന്റെ അച്ഛൻ കയറി വരും, അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ 1000 കണ്ണുകൾ വെച്ച് നോക്കും. എനിക്കാണെങ്കിൽ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ഇങ്ങനെ തുറന്ന സ്ഥലത്ത് വെച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി കളപ്പുരയിലേക്ക് വരും, ഞാൻ അവിടെ കാത്തിരിക്കാം. അയ്യോ, രാത്രി ഞാൻ വരൂല. എന്താ, എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അച്ഛൻ. ഓ, അച്ഛൻ അങ്ങേര് ഇവിടുന്ന് മൂക്കുമുട്ട കുടിച്ച് തലയും കുത്തി അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോളും, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആലോചിക്കുന്നു വേണ്ട, നീ വരണം, ഞാൻ അവിടെ കാത്തിരിക്കും. തങ്കമണി, എന്താ? ഒന്ന് മയമായിട്ട് വിളിയേറ്റൂടെ തങ്കമണി? മനസ്സില്ല. അയ്യോ, അതവിടെ പോയി. അതെനിക്കറിയാം. ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂല, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതായത് എന്റെ മനസ്സ് എന്റെ തങ്കമണിയെ ചുറ്റുന്നത് പോലെ. എന്നാ കുറച്ചു നേരം അവിടെ നിന്ന് ചുറ്റ്, എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പൊ നിന്റെ ജോലിയൊക്കെ കഴിയുന്നവരെ ഞാനിവിടെ ചുറ്റിക്കൊണ്ടിരിക്കണം അല്ലേ? ചുറ്റാ അല്ലെങ്കിലും ചുറ്റലാണല്ലോ നമ്മുടെ ജോലി.